ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ ഉറക്കമൊക്കെ പോയി. ഞാൻ ചെയ്യാനുള്ള കാര്യം എന്തെന്ന് പറ, ഞാൻ ചെയ്യാം. പോയി കിടക്ക മനുഷ്യ, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പുറത്ത് പണി അന്വേഷിച്ച് നടന്നിട്ട് കിട്ടുന്നില്ല, ഇവിടുന്ന് എന്നെ തള്ളി പറയണോ? ഒരു യാത്ര പോയാൽ എന്താന്നാ ആലോചന? എവിടേക്ക്? വേറെ എവിടേക്കാ? ഏതെങ്കിലും കുറെ ക്ഷേത്രങ്ങളിലേക്ക്. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാ. പരമേശ്വരേട്ടന് അതിന്റെ പേരും പറഞ്ഞ് കുറച്ചു ദിവസമെങ്കിലും ഇവിടെ നിന്നും മാറി നിൽക്കാലോ. ഞാൻ തനിച്ചൊരു യാത്ര നടത്തുന്നതിനെ കുറിച്ചല്ല ചിന്തിച്ചത്. നമ്മൾ 3 പേരും ഒരുമിച്ച് പോകാൻ വേണ്ടിയാ. അങ്ങനെ നമ്മൾ പോയാ പ്രത്യേകിച്ച് എന്ത് സംഭവിക്കാൻ? ശല്യം ഒഴിവായി കിട്ടിയെന്ന് ചിലപ്പോൾ ഇവരൊക്കെ കരുതിക്കൊള്ളും, അത്രയുള്ളൂ. കാര്യം നല്ലതാ. ഞാനായാലും പത്മിനിയായാലും ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ട്. ജോലിയെടുക്കുന്ന കാര്യമല്ല, വല്ലാതെ അപമാനിക്കുന്നുണ്ട്. കുറച്ചു ദിവസം ആക്ഷേപങ്ങൾ കേൾക്കാതെ ഇരിക്കുന്നത് നല്ലതാണെന്നാ എനിക്ക് തോന്നുന്നേ. ആ നേരത്ത് കുറച്ച് ഭജനയോ ദൈവനാമോ എന്തെങ്കിലുമൊക്കെ കാതിലെത്തുമല്ലോ. എന്നാ പിന്നെ സംശയിക്കണ്ടമ്മേ, നമുക്ക് അടുത്ത ദിവസം തന്നെ പോകാം. ആ പിന്നെ പണ്ടത്തെ യാത്ര പോലെ ഒന്നും ആയിരിക്കില്ല. പണ്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോ അവിടെയുള്ളതിൽ ഏറ്റവും കൂടിയ സൗകര്യം അതാണല്ലോ തിരഞ്ഞെടുക്കുക. ഇപ്പോ അത് പറ്റില്ല, ഏറ്റവും കുറഞ്ഞത്. അതൊന്നും സാരമില്ലടാ, കിടക്കാനാണ്. നമുക്ക് ഏതെങ്കിലും ക്ഷേത്രനടയിൽ കിടന്നാലും കുഴപ്പമില്ല. നമ്മൾ 3 പേരും അല്ലേ. നമുക്ക് 3 പേർക്കും 3 നേരം ഭക്ഷണം കഴിക്കാനും ബസ്സിന് പോകാനുള്ള കാശല്ലേ വേണ്ടൂ. അത് മതി. പക്ഷേ അതുപോലും എടുക്കാനില്ലാത്ത അവസ്ഥയിലാ നമ്മൾ. ആ, എന്തായാലും കാര്യം തീരുമാനിച്ച നിലയ്ക്ക് പണത്തിന്റെ കാര്യത്തില് നീ ഒരു വിഷമവും വിചാരിക്കണ്ട. എന്റെ ആഭരണങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ലേ, അതിൽ 1 or 2 എടുത്ത് വിൽക്കാം. ആവശ്യത്തിനുള്ള കാശ് കിട്ടും. അല്ലമ്മേ, അമ്മയുടെ ആഭരണങ്ങൾ എടുത്ത് വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ? എടാ, ഈ സ്വർണം എന്ന് പറയുന്നത് ഒരു നീക്കിയിരിപ്പല്ലേടാ. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നതല്ലേ. ഒരർത്ഥത്തിൽ അതിന്റെ ഏറ്റവും വലിയ ഉപയോഗമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നേ. നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സ്വർണം വിൽക്കുന്നു, അത്രയുള്ളൂ. എത്ര ദിവസത്തേക്കാ നമ്മള്? അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്ത് പുറപ്പെടണ്ട. നമുക്ക് പോകാൻ പറ്റാവുന്ന ദൂരത്തോളം പോവുക, എന്നിട്ട് തോന്നുമ്പോൾ മടങ്ങാം. വരുണിന്റെ രാധികയും സൂര്യയൊന്നും നാട്ടിലില്ലായിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് ഇങ്ങോട്ട് മടങ്ങാനേ തോന്നില്ല. അവസാനിക്കുന്നത് വരെ ഒരു യാത്രയെന്ന് കരുതാമായിരുന്നു. നിങ്ങൾ 2 പേരും യാത്രയ്ക്കുള്ള കാര്യങ്ങൾ നോക്കിക്കൊള്ളൂ. ചന്ദ്രശേഖരനോടും മറ്റും ഞാൻ പറഞ്ഞോളാം. താനിതെപ്പോഴും എഴുന്നേറ്റ് പോകുന്നത്? കുറച്ചു നേരമായി. വരണം എന്തിനാ എഴുന്നേറ്റ് പോന്നേ? അതെ, എഴുന്നേറ്റ് നോക്കിയപ്പോ തന്നെ കാണുന്നില്ല. ഇന്ന് കുറേ ഓർഡർ ഉള്ളതാ. അമ്മ ഇപ്പൊ വിളിച്ച ശരിയാവില്ല. അമ്മ കുറച്ചുകൂടി കഴിഞ്ഞ് എഴുന്നേറ്റ് വരട്ടെ. അല്ല, ഇന്നലെ രാത്രി പണിയൊക്കെ ഒതുക്കി വെച്ച് കിടന്നപ്പോൾ തന്നെ നേരം ഒരുപാടായി. ഒരു 2 മണിക്കൂർ നേരമെങ്കിലും താൻ തികച്ചു ഉറങ്ങിയിട്ടില്ല. അതിനെന്താ, ഇതൊക്കെ എല്ലാം തീർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പകലായാലും കിടന്നുറങ്ങാമല്ലോ. എനിക്കിതൊക്കെ കാണുമ്പോൾ എന്താ തോന്നാന്നറിയോ? എൻ്റെ പിടിപ്പുകേടുകൊണ്ടല്ലേ നമ്മളിതൊക്കെ നേരിടേണ്ടി വന്നത്. ഉറങ്ങാൻ പോലും തനിക്ക് പറ്റാത്തത് എൻ്റെ കഴിവീട് തന്നെയല്ലേ. തൽക്കാലം ഇത് നിർത്താൻ ഇതേ മാർഗമുള്ളൂ. കഴിച്ചോ. നമ്മുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയുമ്പോ നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന എത്രയോ പേര് ലോകത്തുണ്ട്. ലോകം മൊത്തം പിടിക്കണ്ട. നമ്മുടെ ഈ ചെറിയ നാട്ടിൽ തന്നെ എത്രയോ പേരുണ്ട്. എത്രയോ പേര് വൈകി വീട്ടിലെത്തുന്നവരുണ്ട്. എന്നിട്ട് വെളുപ്പിനേ അവർക്ക് തിരിച്ചു പോണം. അതിനിടയില അവർ കുടുംബം നോക്കലും സന്തോഷവും സങ്കടവും എല്ലാം. ഇതിപ്പോ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യം.
കുറച്ചു പേർ കൂടി ഭക്ഷണം വെക്കണം, അത്രയല്ലേ ഉള്ളൂ. എനിക്കിപ്പോൾ എല്ലാം സിമ്പിളായല്ലേ? അല്ലാതെ പിന്നെ ചെയ്യണമെന്ന് തീരുമാനിച്ച എല്ലാം സിമ്പിള് തന്നെയാണ്. മുൻപൊരിക്കല് വരുൺ എസ്റ്റേറ്റിലെ കുറെ ഫയലുകളായിട്ടിരുന്ന ഓർമ്മയുണ്ടോ? ഞാൻ അടുത്തന്ന് കിടക്കാൻ വന്നപ്പോ വരുൺ എന്താ പറഞ്ഞേ? 3-4 കൊല്ലത്തെ ഫയലുകള് 2-3 ദിവസം കൊണ്ട് നോക്കി തീർക്കണ്ടേ വലിയ ബാധ്യതയിലാ ഇരിക്കുന്നേന്ന്. എന്നിട്ട് എന്താ സംഭവിച്ചേ? വരുൺ അതെല്ലാം നോക്കി തീർത്തു. അന്ന് വരുൺ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ല, സമയത്തിന് ഉറങ്ങിയതുമില്ല. പക്ഷെ വരുൺ ജോലി ചെയ്ത് തീർത്തിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഇപ്പൊ ഒരു മനസമാധാനം ഉണ്ടെന്ന്. ആ മനസമാധാനത്തിന് വേണ്ടിയാ ആളുകൾ ഈ ഓട്ടപ്പാച്ചിലൊക്കെ നടത്തുന്നത്. മ്യൂസിക് ക്ലാസ് മാത്രം പോരാ, പറ്റുമെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൂടി താൻ തുടങ്ങണം. അതിലായിരിക്കും താൻ കൂടുതൽ ചോദിക്കുക. ആണോ? എന്നാ നമുക്ക് ആലോചിക്കാലോ. ഈ തളർന്നിരിക്കുന്ന എന്റെ ഭർത്താവിനോട് പറയുന്ന കാര്യങ്ങൾ തന്നെ ധാരാളമാണല്ലോ മറ്റുള്ളവരോട് പറയാൻ. ഓർക്കളക്കണ്ട, പോയി കിടന്നോ. ഇനിയിപ്പോ എന്തായാലും എന്റെ ഉറക്കമൊക്കെ പോയി. ഞാൻ ചെയ്യാനുള്ള കാര്യം എന്താന്ന് പറ, ഞാൻ ചെയ്യാം. പോയി കിടക്ക മനുഷ്യ, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പുറത്ത് പണി അന്വേഷിച്ച് നടന്നിട്ട് കിട്ടുന്നില്ല, ഇവിടുന്ന് എന്നെ തള്ളി പറയണോ? എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് കരുതല്ലേ? അത് വേണ്ട. എന്നല്ലേ ദാ ഈ ഉള്ളൊന്ന് വിളിച്ചേ. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഉള്ളിയായിരിക്കും എനിക്കെടുത്ത് തരാൻ പോകുന്നെന്ന്. അതെന്താ? പണി എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ച് ഏതൊരാണ് അടുക്കളയിലേക്ക് കയറി വന്നാലും ആദ്യം പെണ്ണുങ്ങളെടുത്ത് കൈ കൊടുക്കുന്നത് ഉള്ളിയായിരിക്കും. സംഭവം എന്താ? അത് അറിയുമ്പോഴേക്കും അവന്റെ കണ്ണിനൊരു നീറ്റലുണ്ടാകും, അവൻ കരയും. ഈ അടുക്കളപ്പണിയുടെ മഹത്വം എന്താണെന്ന് അവൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുകയും ചെയ്യും. പെണ്ണുങ്ങളുടെ ഒരു ട്രിക്കേ. എനിക്കിപ്പോ ഏതായാലും കണ്ണ് കലങ്ങുന്ന കാണേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കലങ്ങുന്ന കാണുന്നുണ്ടല്ലോ. പിന്നെ ഉള്ളി ഇപ്പൊ ഇവിടെ അത്യാവശ്യമായതുകൊണ്ടാ. ചെയ്യുന്നുണ്ടോ? ഓ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, പെട്ടെന്നായിക്കോട്ടെ. ഇത് കഴിഞ്ഞാ വേറെ പണിയും കൂടി തരാം. എല്ലാ കമ്പനിയിലും നടന്നിട്ട് പണി കിട്ടുന്നില്ലല്ലോ, ഈ കമ്പനിയിൽ മാത്രം ആവശ്യത്തിന് പണിയുണ്ട്. അതെ, ഈ കമ്പനി ആ കമ്പനി ഒന്നും പറയാൻ നിൽക്കരുത്. പറയുമ്പോ തികച്ചങ്ങ് പറഞ്ഞേക്കണം. ആറ്റുവാശ്ശേരി സദ്യ, അതല്ലോടോ നമ്മുടെ ബ്രാൻഡ് നെയിം. അത് കൊള്ളാല്ലേ? കൊള്ളാം. താൻ നോക്കിക്കോ, ഈ ചുറ്റി നടന്ന് അന്വേഷിക്കുന്ന ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലേ ചിലപ്പോ നമ്മൾ ഈ ബ്രാൻഡിൽ കയറിങ്ങ് പിടിക്കും. തന്റെ കഴിവും എന്റെ ബിസിനസ് പരിചയം കൂടി ഒന്നിച്ചതിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചുണ്ടല്ലോ, ആറ്റുവാശ്ശേരി സദ്യ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തൊരു ബ്രാൻഡായിട്ട് അങ്ങ് നിൽക്കും.